ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുക്കിംഗ് വ്ളോഗാണ്. ഞാനിപ്പോൾ ഉള്ളത് വല്യമ്മയുടെ വീട്ടിലാണ്. വല്യമ്മ എന്ന് പറയുമ്പോൾ നന്ദുച്ചേട്ടൻ്റെ വല്യമ്മ, ഓക്കെ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെയാണ് ഉള്ളത്. ഇന്ന് ആദിയാണ് കുക്ക് ചെയ്യുന്നത്. ആദി എന്ന് പറയുന്നത് നന്ദുച്ചേട്ടൻ്റെ വല്യമ്മയുടെ മോളുടെ മോൻ. ഓക്കെ, എല്ലാവർക്കും എല്ലാം മനസ്സിലായി വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ അവൻ ഇന്ന് ഷവർമ ഉണ്ടാക്കാനായിട്ട് പോവാണ്. കുപ്പൂസ് വെച്ചിട്ടാണ് ഷവർമ ഉണ്ടാക്കുന്നത്. അത് ഫ്ലോപ്പ് ആയാലും ഫ്ലോപ്പ് ആയില്ലെങ്കിലും ഞാൻ ഈ വീഡിയോ ഇടും. ഓക്കെ ഓക്കെ ഇവിടെ ഭയങ്കര മെസ്സി ആയിട്ടാണ് കിടക്കണം. നിങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്തത്. ഓക്കെ, ഇങ്ങനെ ഇവന് കയറുമ്പോൾ ഇവിടെ മെസ്സി ആവാറുണ്ട്, അതുകൊണ്ടാണ്. എന്താ ഉണ്ടാക്കണേ? കാണിക്കേ. അതെ, ഗാർലിക് സോസാണ് ഉണ്ടാക്കണ. ഇപ്പം എന്ത് ചെയ്ത ആദ്യം? എന്താ സൺഫ്ലവർ ഓയിൽ? അയ്യോ, ഒരു മിനിറ്റ്, മൈക്ക് കുത്താതെയാണ് കുട്ടൻ സംസാരിക്കുന്നത്. ഓയിൽ എടുക്കാം, മുട്ട എടുക്കാം, വിനീഗർ വേണം, പിന്നെ ഗാർലിക് ക്ലോവ്സ് നമ്മൾ പീലി വെച്ചിട്ടുണ്ട്, അത് വേണം. പിന്നെ അടിച്ച് നോക്കണം, കിട്ടിയാ കിട്ടി. അതെ, ഇത് പ്രതീക്ഷിക്കണമെന്ന് ഞാൻ പറയാറില്ല. ഒരു എക്സ്പെരിമെന്റ് ആണല്ലോ. ഗാർലിക് എല്ലാം ക്രഷ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ബാക്കി അവൻ എന്ത് ചെയ്യണമെന്ന് നമുക്ക് കാണാം. ഓക്കെ, നോക്ക്. ഫോണെടുത്ത് അറിയാം. രുദ്രനെ കണ്ടെന്റെ ആവേശമാണ്. കുഞ്ഞ ചേട്ടൻ എന്തുണ്ടാക്കണമെന്ന് അറിയോ? അവനൊന്നും അറിയണ്ട, ഇന്നൊന്നും ഉണ്ടാക്കണമെന്ന് അറിയാം. മൈക്കിളക്കി കൊണ്ട് പോയല്ലോ. അതന്നെ അതന്നെ അതന്നെ, എനിക്ക് സാധനം ഇതിൻ്റെ അകത്ത് ഗാർലിക് ഇട്ടിട്ടുണ്ട്. ഒരു അടിച്ചു, മുട്ട ഇട്ടു, ഇച്ചിരി വിനാഗിരി ഒഴിച്ചു, പിന്നെന്താ ഇച്ചിരി ഉപ്പിട്ടു, ഇനി ഇച്ചിരി പഞ്ചാര. എന്നിട്ട് നടക്കോ? അല്ല നടക്കോ? വാട്ടറി ടേസ്റ്റ് ഉണ്ടാവും. കുറച്ച് നേരം ഇങ്ങനെ, അത് ഇങ്ങനെയല്ലേ, കുറച്ച് ഇങ്ങനെ അടിച്ച് ഇങ്ങനെ അങ്ങനെയല്ലേ അടിക്കാനുള്ളത്? അല്ലേ, അങ്ങനെയല്ലേ അടിക്കാനുള്ളത്? എന്നാണ് അടിക്കാനുള്ളത്. അതിന്റെ ബാക്കിലോട്ടാണ് ചിലർ അടിക്കണം. ഓക്കെ, ആദ്യം ക്രഷ്ഡ് അല്ലേ ഇത്, പൗഡേർഡ് പെപ്പർ, അതെ, കുരുമുളക് പൊടി, ഓക്കെ, സോൾട്ട്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. അടുത്ത എന്താ? ഇല്ല, ഐ ടോൾഡ് യു നോ. അത് നീ ഫുൾ അതിൽ തന്നെ ഇങ്ങനെ പിടിച്ചോണ്ട് നിൽക്കാതെ ബാക്കിയും കൂടെ കാണിച്ചു കഴിഞ്ഞാൽ അത് അതിന്റെ ഫ്ലോയിലൊക്കെ പോവും. അതെന്താ ഇപ്പൊ തട്ടിയേ? കൊറിയാണ്ടർ, മല്ലിപ്പൊടി. അതെന്തുവാ? കശ്മീരി ചില്ലിയാ? നോ, മിക്സ്. അത് ഏരിയ ഉള്ളതാ. ഏരിയ ഇടുന്നോട്ട്. ഓമയ്ക്കാപ്പൊടിയൊന്നും എടുത്ത് വെക്കുന്നത് ഭാഗ്യം. അതൊന്നും അടുക്കള വെക്കില്ല. അടുക്കള കയറാത്ത ആദ്യം അടുക്കള കയറിയിട്ട് ഒർഗാനോ പൊടി ആരെങ്കിലും കവറിൻ്റെ അകത്ത് ഇങ്ങനെ കെട്ടി വെക്കും. കെട്ടി വെച്ചിട്ടുണ്ടല്ലേ, സോറി. നെല്ലിക്ക പൊടി. അയ്യാ, മണപ്പിച്ചെങ്കിലും നോക്കിക്കൂടായിരുന്നു.
ശരി, ഓർഗാനോ ഒന്നും ഇടണ്ട. ആക്ച്വലി അതിൻ്റെ അകത്ത് ഇടേണ്ടത് കസ്തൂരി മേത്തിയാണ്. ഏതോ ഒരു കുക്കിംഗ് ചാനൽ നമ്മൾ കണ്ടത് കസ്തൂരി മേത്തിയായിരുന്നു. കസ്തൂരി മേത്തിയോ എൻ്റെ മോനെ, വല്ലപ്പോഴും മാത്രം അടുക്കള കയറി പണിയെടുക്കുന്നതാണ്. എപ്പോഴാണ് നീ അടുക്കള കയറി പണിയെടുക്കാറ്? ഞാൻ കണ്ടിട്ടില്ലല്ലോ. എപ്പോഴാണ്? ആകെ കൂടെ ഞാൻ ഒരു പ്രാവശ്യം വന്നിട്ടുള്ളൂ. അപ്പോഴാണ്. ഇതിൻ്റെ അകത്ത് ഒരു സാധനം കൂടെ ആഡ് ചെയ്യുന്നുണ്ട്, എണ്ണ. ആക്ച്വലി നമ്മൾ കണ്ട വീഡിയോയിൽ ഒലിവ് ഓയിലായിരുന്നു, ഇതിപ്പോ സൺഫ്ലവർ ഓയിൽ. ഏതെങ്കിലും ഓയിൽ പറയുന്നുണ്ട്, ഏത് ഓയിൽ വേണമെങ്കിലും. അതെ. സമയം എടുത്ത് മിക്സ് ചെയ്യണം, എങ്കിലേ അത് പിടിക്കുള്ളൂ. ടേസ്റ്റ് ഫാക്ടർ അതാണ്. പെട്ടെന്നാവട്ടെ. സത്യത്തിൽ ഇത് ഇങ്ങനെ അല്ലായിരുന്നു. ഞാന് എൻ്റെ ഒരു അനിയനെ വിളിച്ചു ചോദിച്ചിട്ട് പിന്നെ അവസാനം ഇങ്ങനെ ആദ്യം ഇങ്ങനെ ഇരുന്നത്. ആക്ച്വലി ഇച്ചിരി എണ്ണ കൂടിപ്പോയി. സക്സസ്ഫുള്ളി ഇത് ഇങ്ങനെ ആക്കി. പക്ഷേ കുറച്ചു നേരമായിട്ട് അടിച്ചപ്പോഴത്തേക്കും സെറ്റായി. ഒരു മുട്ടയും കൂടെ ഇട്ടല്ലേടാ? ഒരു മുട്ടയും കൂടെ ഇട്ട്. പക്ഷെ കുറച്ച് എണ്ണ ഇട്ട് അടിക്കാവൂ. അത് ഇനി ശരിയാവൂലോ. ഇനി പ്രോ മാക്സ്. കൺസിസ്റ്റൻസി സെറ്റായി. ടേസ്റ്റ് ഉണ്ടാടാ? ഉപ്പൊക്കെ സെറ്റായ? കറക്റ്റായി. നമ്മള് ഫുഡ് കഴിച്ചു കഴിഞ്ഞല്ലേ? ദോശ കഴിച്ചു. അതെ. അയ്യോ, അതിന് ഇത്ര ആഹ്ലാദിക്കണ്ട. ഓക്കെ, ചിക്കൻ ഫ്രൈ ചെയ്തു. ഒരു സെറ്റ് ഫ്രൈ ചെയ്തു. ഇത് കരിഞ്ഞിരിക്കും. അമ്മേ, ഇപ്പൊ കൈ എടുത്ത് വെച്ചാൽ കരിഞ്ഞിരിക്കണത് മൈൻഡ് ചെയ്യണ്ട. അതാണ് നമ്മുടെ ചിക്കൻ. ക്യാരറ്റും ലെറ്റൂസും ചിക്കനും മയണൈസും ഇത്ര ഇടുള്ളൂടാ? ഇതിന്റെ അകത്ത് ടൊമാറ്റോ വെക്കില്ലേ? കുട്ടി പ്രിസൈസ് ആയിട്ട് നിന്ന് വെട്ടി. ടാലന്റ്. സോ ചിക്കൻ ഓൾമോസ്റ്റ് റെഡിയായി. ഇനി നമുക്ക് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് അതെന്തോ ഒളിച്ച് നിൽക്കണേ. എൻ്റെ ചേച്ചി വന്നിട്ട് ഒളിച്ച് കളിക്കണം. ഫ്രഞ്ച് ഫ്രൈസിന് വേണ്ടി നമ്മൾ വാങ്ങിച്ചത് ബ്രാൻഡ് വന്നിട്ട്, ഓ മൈ ഗോഡ്, ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ബ്രാൻഡ് വന്നിട്ട് മെക്കെയിൻ. അവിടെ എന്താണ് പ്രശ്നം? അവൻ തുണിയില്ലാതെ നിൽക്കുകയാണ്. ഓക്കെ, എന്തേ ഓർക്കാൻ തന്നെ? നമുക്ക് ഉറങ്ങാം. അമ്മ ഒരു വക കഴിച്ചിട്ടില്ല, 2 ദോശ കഴിച്ചോളൂ. വാ. സോ ഈ ഫ്രഞ്ച് ഫ്രൈസ് നമ്മൾ ഇന്നലെ ലുലു പറഞ്ഞ് മേടിച്ചതാ. അപ്പം ഇത് ഫ്രൈ ചെയ്യാം. ഓക്കെ, നമ്മൾ ഓൾറെഡി ഒരെണ്ണം സെറ്റ് ചെയ്തു. പ്രവീണ ചേച്ചി അപ്രൂവ്ഡ്. കൊള്ളാം. സ്വന്തമായിട്ട് പുകഴ്ത്തണാടാ. അവിടെ വച്ചിട്ട് ഒന്ന് ബാക്കി ചെയ്യടാ. ഞാൻ ഭാവി ഉറക്കാൻ പോയ നേരം കൊണ്ടാവും സെറ്റ് ചെയ്തു. ഓക്കെ, ഫ്രൈസ് നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഫ്രഞ്ച് ഫ്രൈസ്. പെട്ടെന്ന് തൊട്ട് മയോ സെറ്റായി. മറ്റേ കൺസിസ്റ്റൻസി ഒക്കെ സെറ്റായി. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു സെറ്റ് ചെയ്തിട്ട്. ഓക്കെ, നമ്മൾ മയോ ഇട്ട് ഇനി കുറച്ച് വെജീസ് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കാം. ലെറ്റൂസും ക്യാരറ്റും കൂടെ അത് വെച്ചു. ചിക്കൻ പിടിച്ചിട്ടുണ്ട്. ഇത് കട്ട് ചെയ്തത് നമ്മൾ ചിക്കൻ വലിയ പീസാണ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ടൊമാറ്റോ ഓവറായിട്ട് പുളിയും കുറച്ച് ഫ്രൈസ്. സോസ് മണ്ടയിലും കൂടെ. ഓ, മഴ പെയ്യണ്. പക്ഷെ ഇതിൻ്റെ അകത്ത് ഇരിക്കൂല കേട്ടോ.
ലോഡാണ്. നോ എന്ന് പറഞ്ഞവരെല്ലാവരും നമ്മൾ ഇന്ന് നമ്മുടെ ഷവർമ എന്തോ ഉണ്ടാക്കണം എന്ന് തന്നെ മറന്നു. ഷവർമ ഇസ് റെഡി. ഓക്കെ, എടുത്തോ എടുത്തോ. ടെസ്റ്റ് ടെസ്റ്റ്. ആ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്ന റിയാക്ഷൻ? കൊള്ളായിരിക്കും. ഞാൻ വിചാരിച്ചോളല്ലേ പോണടാ. ഫ്രൂട്ട്സും കണ്ടോ കഴിക്കണം. അടി മറ്റേതരുമോ മറ്റേതരുമോ ആണെങ്കിൽ കുറച്ചും കൂടെ കറക്റ്റാണ്. ഓ ഇത് സെറ്റായിരിക്കുകയാണ്. കൊള്ളാ. ഞാൻ വിചാരിച്ചില്ല എത്ര കൊള്ളായിരിക്കും. അമ്മ പറഞ്ഞുകൊണ്ട് സാധാരണ എല്ലാം കൊള്ളാന്ന് പറയുന്നതല്ല. ഞാനെന്തോ ഞാൻ സംഭവമില്ലേ ബുദ്ധിക്കല്ലേ. ഇല്ല, ലെറ്റൂസും ക്യാരറ്റും ഒക്കെ അതിങ്ങനെ അറിയുന്നുണ്ട് അല്ലേ? അതെന്തോ ചെയ്യുമെന്നാണോ? എന്തെങ്കിലും ചെയ്യുമോ? അതോ പ്ലെയിൻ ആയിട്ട് തന്നെയാണ് ഇടുന്നത്? മോശമല്ല, കുറച്ചുകൂടെ സോസ് ആണല്ലോ. നമ്മുടെ NYCയിൽ അത്യാവശ്യം നല്ല ജ്യൂസി ആൻഡ് സോസി അല്ലേ? കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റിയാണ്. ഇത് അത്ര സോസി അല്ല, കുറച്ചുകൂടെ സോസ് ആഡ് ചെയ്ത സോസ് ഭയങ്കര രസമുണ്ടാവും. ഫസ്റ്റ് ടൈം ഉണ്ടാക്കണം വെച്ചിട്ട് അടിപൊളി. അവൻ റിയാക്ട് ചെയ്ത് കഴിഞ്ഞു. കഴിച്ചിട്ട് ആദ്യം അല്ല ഉണ്ടാക്കിയിട്ട് ആദ്യം അവനാ ഒറ്റനും കൊള്ളാം. നമ്മളൊന്ന് ഫിനിഷ് ചെയ്യട്ടെ. ഒന്ന് ചേട്ടനൊക്കെ വരുമോന്ന് അറിയില്ല, നിന്നാണേ കൊടുക്കാം. ഓക്കെ, അപ്പോൾ എൻ്റെ കുട്ടി സീനാക്കാൻ തുടങ്ങി. അപ്പോൾ ഈ ഒരു കുട്ടി ഷവർമ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. എല്ലാവരും ട്രൈ ചെയ്യാൻ പറയണം. സത്യമായിട്ട് കൊള്ളായിരുന്നു. ഡെഫിനറ്റ്ലി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. ഭയങ്കര സീനാണ്. അപ്പോൾ സീൻ നെക്സ്റ്റ് വീഡിയോ. ബൈ.